അപ്പോൾ ഇത്രയും വണ്ടികളൊക്കെ നോക്കിയപ്പം എന്നാൽ പിന്നെ ഇനി ഔട്ട്ലാൻഡർ വേണ്ട, വേറെ നോക്കാം ഇല്ല, തോന്നിയില്ല. ഇല്ല, ഔട്ട്ലാൻഡർ തന്നെ എടുത്തിട്ടേ അടങ്ങും എന്നുള്ളൊരു സർവീസ് കോസ്റ്റ് എന്തുമാത്രം ആകാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ 1.05 കിലോമീറ്റേഴ്സ് ആണ് ആയിട്ടുള്ളത് ലാക്സ്. അപ്പോൾ എന്തൊക്കെ ഇതിലിപ്പോൾ മേജർ സർവീസിൽ എന്തൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്, എത്ര കോസ്റ്റ് ആകാറുണ്ട് അതിനൊക്കെ? മിത്സുബിഷി ലോകമെമ്പാടുമുള്ള വാഹനപ്രേമികളുടെ ഒരു ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് മിത്സുബിഷി എന്ന് പറയുന്നത്. മിത്സുബിഷിയുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ആദ്യത്തെ വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിത്സുബിഷിയുടെ ലാൻസറാണ്. ഒരു സെഡാൻ വാഹനം, ഭയങ്കര ലുക്കുള്ള, അല്ലെങ്കിൽ ആ ഒരു കാലത്ത് തന്നെ 2001 തന്നെ മിത്സുബിഷി ലാൻസർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 1998 നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടറുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറിൽ മിത്സുബിഷിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം അവർ ആദ്യം ലാൻസർ കൊണ്ടുവന്നു. അതൊരു കിഡിലൻ വണ്ടി തന്നെയായിരുന്നു എന്ന് പറയാം. അന്നുണ്ടായിരുന്ന നമ്മുടെ ഹോണ്ട സിറ്റിയോടും അല്ലെങ്കിൽ വേറെ വാഹനങ്ങളോടും ഒക്കെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലാൻസർ നല്ല രീതിയിൽ തന്നെ വിറ്റുപോയി. ഒരു പുതിയ ബ്രാൻഡ്, ഇന്ത്യയിലെ ഒരു പുതിയ ബ്രാൻഡ് ആയിട്ട് പോലും നല്ല ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയായിരുന്നു ലാൻസർ എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ പജീറോ നമ്മൾ കാണാനിടയായി. അതുപോലെ വന്ന ഒരു വണ്ടിയാണ് നമ്മുടെ മിത്സുബിഷിയുടെ ഔട്ട്ലാൻഡർ. ഇതും കുറച്ച് കാലം മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ വിൽക്കാനായിട്ട് സാധിച്ചുള്ളൂ. എങ്കിലും ആ ഒരു ബ്രാൻഡിനോടുള്ള ഇഷ്ടം കൊണ്ട് കുറച്ച് പേര് വാഹനം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നും അത് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു യൂസറിൻ്റെ എക്സ്പീരിയൻസുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബ്രാൻഡിൻ്റെ മറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2016 നമ്മുടെ മിത്സുബിഷി ഇന്ത്യ വിട്ടു പോകേണ്ടതായിട്ട് വന്നു. ഒട്ടും നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവരും വിട്ടുപോയി. എങ്കിലും ലാസ്റ്റിൽ കൊണ്ടുവന്നിരുന്ന നമ്മുടെ പജീറോ സ്പോർട്ട് എന്ന മോഡലായിരുന്നു. അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, കുറച്ച് നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തായാലും കൊണ്ടുവരും. അതുപോലെ മിത്സുബിഷിയുടെ പജീറോ SFX ഒക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. കിഡിലൊരു വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ ഓഫ് റോഡ് വണ്ടി വേണം എന്ന് താല്പര്യപ്പെടുന്നവർ നേരെ നോക്കുന്ന ഒരു വണ്ടിയാണ് മിത്സുബിഷി പജീറോ എന്നത്. കാരണം അതിൻ്റെ ആ ഒരു റോഡിൽ കിട്ടുന്ന ഒരു പ്രസൻസും അല്ലെങ്കിൽ ഓഫ് റോഡിന് കിട്ടുന്ന ഒരു കംഫർട്ടും അത് മറ്റൊരു വണ്ടിക്കും അവകാശപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും അത് കുറച്ചുകൂടെ ഓഫ് റോഡിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പജീറോസ് ഉള്ളത്. ഓഫ് റോഡല്ല, കുറച്ചുകൂടെ ഫാമിലി പർപ്പസിലോട്ട് ഫോക്കസ് ചെയ്യണം, അല്ലെ രണ്ട് പരിപാടികൾ നടക്കണം, അല്ലെ ഹാർഡ് കോർ ഓഫ് റോഡിങ് അധികമായിട്ടില്ല എന്നുള്ളവർ കുറച്ച് പേര് സ്വന്തമാക്കിയതാണ് ഔട്ട്ലാൻഡർ എന്നുള്ളത്. ഈ ഒരു ഔട്ട്ലാൻഡറെ സംബന്ധിച്ചാൽ പറയുകയാണെങ്കിൽ ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ, അതായത് ഇതിൻ്റെ പ്രൈസൊക്കെ കേട്ട് കഴിഞ്ഞാൽ അന്നത്തെ പ്രൈസൊക്കെ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് മാർക്കറ്റ് അധികം പിടിച്ച് നിൽക്കാൻ പറ്റാഞ്ഞത്. ഇത് നമ്മുടെ ഹോണ്ട CR-V ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് വന്നിരുന്ന ഒരു വാഹനമായിരുന്നു. അതിൻ്റെ പ്രൈസൊക്കെ കാരണം അധികം പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം നമുക്ക് യൂസറോട് തന്നെ ചോദിക്കാം. എന്തായാലും ഈ ഒരു വണ്ടിയുടെ എൻജിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 2.4 ലിറ്റർ എൻജിനാണ്, പെട്രോൾ എൻജിനാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. ഒരു 170 bhp പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിഡിലൻ പവർഫുൾ എൻജിനാണ് നമ്മുടെ മിത്സുബിഷി ഔട്ട്ലാൻഡറിന് കൊടുത്തിരുന്നത്. ഒരു 4 വീൽ ഡ്രൈവ് സഹിതമുള്ള കിഡിലൻ കുറേ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഔട്ട്ലാൻഡർ വന്നിരുന്നത്. ഏതായാലും അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളോട് തന്നെ നമുക്ക് ചോദിക്കാം. നമ്മൾ പറഞ്ഞ് നീട്ടാതെ തന്നെ അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത് എന്തുകൊണ്ട് ഈ ഒരു റെയർ പീസിലേക്ക് പോയി, റെയർ പീസ് എവിടുന്ന് സ്വന്തമാക്കി, അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, സർവീസും കാര്യങ്ങളൊക്കെ എത്ര നല്ലതായിട്ട് നടക്കുന്നുണ്ടോ എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ നമ്മുടെ മിത്സുബിഷി ഔട്ട്ലാൻഡറിൻ്റെ യൂസർ എത്തി കഴിഞ്ഞു. ജിത്തു ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. എന്ത് ചെയ്യുന്നു എന്നൊന്ന് പ്രേക്ഷകരോട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. നേരത്തെ ഗൾഫിലായിരുന്നു. പുറത്തായിരുന്നു. ഓക്കെ, എക്സ് ഗൾഫ്. അപ്പം അവിടെ വെച്ച് ഈ വണ്ടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും ഇതിൽ വന്നത്. നമുക്ക് വിശദമായിട്ട് ചോദിക്കാം. ഇപ്പം ആദ്യമേ നിങ്ങൾക്ക് ലൊക്കേഷൻ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയുക. നമ്മൾ നടക്കാവാണ്, നടക്കാനുള്ള ലൊക്കേഷനായി പോയി. അതെ, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വ്യൂ കിട്ടും. ഇത്രയും നല്ലൊരു വ്യൂ ആണ്. ക്യാമറയിൽ സ്ക്രീനിൽ കാണാൻ, നിങ്ങളിനി സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ വരുന്നു താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഔട്ട്ലാൻഡർ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം 1 വർഷമായി. അന്ന് തൊട്ട് ഷൂട്ട് പ്ലാൻ ചെയ്യാണ്. നല്ല രീതിയിൽ വിശദമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഡിലേ ആയി പോയത്. ഏതായാലും ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഔട്ട്ലാൻഡറിനെ പറ്റി ബ്രോയുടെ അഭിപ്രായം നമുക്കറിയണം. എങ്ങനെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നു, എവിടുന്ന് ഒപ്പിച്ചെടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചോദിക്കുകയാണ്. ഓക്കെ, ഈ വാഹനത്തിലേക്ക് വരാൻ കാരണം
ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ചിരുന്നത് സ്വിഫ്റ്റാണ്. ഓക്കെ. അപ്പോൾ സ്വിഫ്റ്റ് കുഴപ്പമില്ല, നമ്മുടെ റൈഡിങ് വെച്ചിട്ട് നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഏതാണ് ഏത് ജനറേഷൻ? അത് 2014 മോഡലാണ്. ഓക്കെ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച. ഓക്കെ. ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുവന്നു, നാട്ടിൽ രജിസ്റ്റർ ചെയ്തു, വിറ്റു. ഓക്കെ. അപ്പോൾ അധികം നാളത് ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെ അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഒരു ടവേര ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ കുറേ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്നോവ. അപ്പോൾ ഇതെല്ലാം ഗൾഫിൽ പോയ സമയത്ത് തിരിച്ചു വന്നപ്പോൾ വണ്ടികളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ കൊറോണ ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നത്. ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വണ്ടി വേണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കും. ഓക്കെ. അപ്പോൾ ഇനി എന്തായാലും ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടം വെച്ചിട്ട് നമുക്ക് ഒരു വെറൈറ്റി ഒരു വണ്ടി ആയിരിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ റെയർ ആയിരിക്കണം. ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അപ്പം നല്ല ഒരു വെറൈറ്റി വണ്ടിയും ആയിരിക്കണം, എന്നാൽ വണ്ടി പക്ക കംഫർട്ടും ആയിരിക്കണം, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണം. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് ഞാൻ അപ്പോൾ ഔട്ട്ലാൻഡർ മിത്സുബിഷി എനിക്ക് പണ്ട് മുതലേ ജപ്പാൻ വണ്ടികളോടാണ് താല്പര്യം. ഓക്കെ. ജർമ്മൻ, ഇന്ത്യൻ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ജപ്പാൻ ടെക്നോളജിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇന്നോവ യൂസ് ചെയ്തു, സ്വിഫ്റ്റ് യൂസ് ചെയ്തു, അങ്ങനെ നേരത്തെ. അതെ, സുസുക്കി. അപ്പോൾ എനിക്ക് ജാപ്പനീസ് ടെക്നോളജിയുടെ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റിലയബിലിറ്റി, പിന്നെ അവർ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് അവരൊരു വണ്ടി നിർമ്മിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ജാപ്പനീസിനോടാണ് പണ്ടേ താല്പര്യം. അപ്പോൾ മിത്സുബിഷിയുടെ ഒരു ഹാർഡ് കോർ ഫാനാണ്. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഔട്ട്ലാൻഡർ മനസ്സിൽ വന്നത്. സത്യം പറഞ്ഞാൽ ഔട്ട്ലാൻഡർ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതുവരെ ഓടിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും എനിക്കത് 100% ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ആ വണ്ടിയിൽ. അതെന്തായാലും മോശം ആവില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ ഔട്ട്ലാൻഡർ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഔട്ട്ലാൻഡർ സെർച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ഫാമിലി ഫുള്ള് പൂനെയിലായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വാങ്ങിക്കാം. നാട്ടിൽ സാധനം വളരെ കുറവ്. ഞാൻ നാട്ടിൽ നോക്കിയപ്പോഴത്തേനും ഒരു 6 വണ്ടിയെ എനിക്ക് കിട്ടിയുള്ളൂ. 6 ഉണ്ടായിരുന്നതിലും ഒരു 2-3 എണ്ണം അവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചാണ് വണ്ടിയാണ്. ഡൽഹി, മഹാരാഷ്ട്ര, തമിഴ്നാട്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും പിന്നെ മാത്രമല്ല അവർ ഭയങ്കര വിലയും ഭയങ്കര കൂടുതലായിരുന്നു അവർ പറഞ്ഞത്. ഒരു ഫസ്റ്റ് ഓണർ ആയിരിക്കണമെന്നില്ല. ഇല്ല. പിന്നെ വണ്ടിക്ക് ഒരു വണ്ടി ഞാൻ പോയി കണ്ടുള്ളൂ. അത് വണ്ടി കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇതിൻ്റെ മുമ്പത്തെ മോഡലായിരുന്നു. 2008 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. ഇത് 2010 ആണ് കേട്ടോ. ഇത് 2010. പക്ഷേ അതിൻ്റെ അപ്ഗ്രേഡാണ് മോഡല്. മറ്റേ നമുക്കറിയാം ഗ്രില്ല് സിംഗിൾ ഒരു ഗ്രില്ലാണ് അതിൻ്റെ വരുന്നത്. 2008. പിന്നെ വേറെ കുറേ ഫീച്ചേഴ്സ് അതിനില്ല. ലൈറ്റ്സിൽ വ്യത്യാസമുണ്ട്, മിററിൽ വ്യത്യാസമുണ്ട്, അങ്ങനെ പിന്നെ സീറ്റിലും കുറച്ച് വ്യത്യാസമാണ്. അപ്പം ഞാൻ അങ്ങനെ അത് വിട്ടു. അങ്ങനെ ഞാൻ ഇത് വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞാനൊരു 10-30 വണ്ടിയെങ്കിലും കണ്ടിട്ടാണ് ഈ ഒരു വണ്ടി ഞാൻ സെലക്ട് ചെയ്തത്. അത് ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത്. 30 വണ്ടികൾ നോക്കാൻ പറ്റി. ഡൽഹി, ഗുജറാത്ത്, മഹാരാഷ്ട്ര. അപ്പം ഈ വണ്ടി നോക്കാൻ തന്നെ എനിക്ക് എൻ്റെ അമ്മാവൻ്റെ മോൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെയാണ് ഞാൻ ഏൽപ്പിച്ചിരുന്നത്. ഞാനിങ്ങനെ OLX-ലിരുന്ന് സെർച്ച് ചെയ്തിട്ട് അവന് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അപ്പോൾ അവൻ പോയി കാണും. അപ്പോൾ അങ്ങനെ തന്നെ ഒരു നല്ലൊരു എമൗണ്ട് പോയിട്ടുണ്ട് ഈ വണ്ടി നോക്കി. അങ്ങനെ ഒത്തിരി വണ്ടികൾ കണ്ടു. കാണും നല്ല വണ്ടികളായിരിക്കും, പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് ഉണ്ടാവും. ചിലപ്പോൾ ഇതിനകത്ത് CD ചേഞ്ചർ ഉണ്ട്. അപ്പോൾ 6 CD ആണ് നമുക്ക് ഡിസ്ക് ഇതിനകത്ത് ഇടാം. അപ്പോൾ ഒരെണ്ണം കണ്ടത് ഡിസ്ക് ചേഞ്ചർ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അതൊക്കെ കൺസിഡർ ചെയ്തായിരുന്നോ? അതൊക്കെ കൺസിഡർ. പിന്നെ പലതും CNG കൺവെർട്ടഡ് ആയിരുന്നു. പിന്നെ നമുക്ക് പറ്റിയൊരു വണ്ടി കിട്ടുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. ഒരെണ്ണത്തിന്റെ എൻജിൻ നമ്മൾ റാമ്പിൽ കയറ്റി നോക്കിയപ്പോഴത്തേനും ഒരു ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എൻജിൻ്റെ കേസിൽ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി നല്ലതായിരുന്നു, ഞങ്ങൾ ഓൾമോസ്റ്റ് ഹാപ്പി ആയിരുന്നു. പക്ഷെ ആ ഒരു കേസിൽ അത് വിട്ടു.
അങ്ങനെ നമ്മൾ ഒത്തിരി വണ്ടികൾ നോക്കി. അപ്പോൾ ഇത്രയും വണ്ടികളൊക്കെ നോക്കിയപ്പം എന്നാൽ പിന്നെ ഇനിയും ഔട്ട്ലാൻഡർ വേണ്ട, വേറെ നോക്കാം ഇല്ല, ഔട്ട്ലാൻഡർ തോന്നിയില്ല? ഇല്ല, ഔട്ട്ലാൻഡർ തന്നെ എടുത്തിട്ടേ അടങ്ങും എന്നുള്ളൊരു കുറച്ച് കളയിലും അതെ അതെ അതെ, കുറച്ച് നാളെങ്കിലും ഒന്ന് ഔട്ട്ലാൻഡർ ഒന്ന് ഓടിച്ച് നടക്കണം എന്നൊരു ആ ഒരു ആഗ്രഹം. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ട വണ്ടികൾ, ഒത്തിരി വണ്ടികൾ കണ്ടു. ചിലപ്പോൾ കിലോമീറ്റർ ഒത്തിരി ഓടിയ വണ്ടിയായിരിക്കും, 5 ലക്ഷം 6 ലക്ഷം. പിന്നെ ഓടിക്കാൻ അത്ര കംഫർട്ട് ഇല്ല, പിന്നെ ചിലതിന് നോയ്സ് കൂടുതൽ. അപ്പം നമുക്കറിയാം നോയ്സിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും പണി കിട്ടും. അപ്പം അങ്ങനെ പല കാരണങ്ങളാൽ ഒരു 10-40 വണ്ടി കണ്ടു, ഔട്ട്ലാൻഡർ മാത്രം. അടിപൊളി. അങ്ങനെ അവസാനം ഇത് OLX കണ്ടപ്പോൾ നമുക്ക് അത്ര ഒരു ഇതൊന്നും തോന്നിയില്ല ഈ വണ്ടി കണ്ടപ്പോൾ. പക്ഷെ നേരിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് വണ്ടി സൂപ്പറാണ്. കസിൻ തന്നെയാണ്, ടെസ്റ്റ് ഡ്രൈവ് എടുത്തില്ല. കസിൻ ഉപയോഗിച്ചത് അവനും മിത്സുബിഷി ഫാനാണ്, അവൻ്റെ പജീറയാണ്. അപ്പോൾ പജീറ ബുൾഡോഗ്. അപ്പോൾ അങ്ങനെ ഈ വണ്ടി കണ്ടു, പറഞ്ഞു കണ്ടിട്ട് ഓക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു, പിന്നെ ഫുൾ ചെക്ക് ചെയ്തു, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. പിന്നെ ഓക്കെ, അങ്ങനെ എല്ലാം കൊണ്ട്. എവിടുന്നായിരുന്നു? പൂനെ MH12 പൂനെ രജിസ്ട്രേഷൻ. ഫസ്റ്റ് ഓണർ, നമ്മൾ സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ. സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോഴത്തേനും നമുക്ക് സിംഗിൾ ഓണർ വണ്ടി 85,000 ആയിരുന്നു അപ്പുള്ള കിലോമീറ്റർ. ഇപ്പം 1,07,000 ആയിട്ടുണ്ട്. ബാക്കി ഒരു 20-25 കിലോമീറ്റർ ഞാൻ തന്നെ ഓടിച്ചു. അപ്പോൾ വേറെ പിന്നെ പറയാമെന്ന് വെച്ചാൽ, ഈ മിത്സുബിഷി നമുക്ക് അത്രയ്ക്ക് നമ്മുടെ ഒരു അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മിത്സുബിഷി തന്നെ. അതെന്തുകൊണ്ടാണ് അത്ര വിശ്വാസം വരാനുള്ള കാരണം വെച്ചാൽ, അധികം നമ്മുടെ ഇന്ത്യൻസിന് അത്ര പോപ്പുലർ അല്ലെന്നല്ല, പോപ്പുലർ ആണ് എങ്കിലും അധികം ഇല്ലാത്ത വണ്ടി എന്ന സ്ഥിതിക്ക്. കാരണം ഇത് സർവീസ് നെറ്റ്വർക്ക്സും കുറവ്. ഇത് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സർവീസ് കോസ്റ്റ് ഇത്തിരി കൂടുതലാണ്. സർവീസ് നെറ്റ്വർക്ക്സ് ഞാൻ ഉദ്ദേശിച്ചത്. സർവീസ് നെറ്റ്വർക്ക്സ് ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് വളരെ റെയറാണ്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും അത്ര എക്സ്പെർട്ട് ഒന്നുമല്ല. അപ്പം നമ്മളിപ്പോൾ സർവീസ് ചെയ്യണത് ചേരാനെല്ലൂർ മിത്സുബിഷിയുടെ തന്നെ. മിത്സുബിഷി ഇവിടെ കൊണ്ടന്നൂർ മിത്സുബിഷിയുടെ ഷോറൂം ഉണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്തിരുന്ന കുറച്ച് പേര് മിത്സുബിഷിയുടെ തന്നെ വർക്ക്ഷോപ്പ്, അവർ തന്നെ ഡീലർഷിപ്പ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്താണ് ഇപ്പോൾ സർവീസ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, സർവീസൊക്കെ കുഴപ്പമില്ല, അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. പക്ഷെ പാർട്സ് കിട്ടാൻ കുറച്ച് ഡിലേ വരും. പ്രശ്നമില്ല, പാർട്സ് എല്ലാം കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം ലോവർ ആമിൻ്റെ ബൂട്ട്, റബ്ബർ ബൂട്ടാണ്, അത് പൊട്ടിപ്പോയിട്ട്. ലോവർ ആമിൻ്റെ വരുന്നൊരു റബ്ബറിൻ്റെ ഒരു ബൂട്ടുണ്ട്. ആ ബൂട്ട് പൊട്ടിപ്പോയിട്ട് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സാധനം കിട്ടിയത്. ഒരാഴ്ച വെയിറ്റ് ചെയ്തോളല്ലോ. ഒരാഴ്ച അല്ല, ഇപ്പം നമ്മുടെ സ്വിഫ്റ്റ്, മാരുതി, നമ്മുടെ ഇന്ത്യയിലുള്ള വണ്ടികൾ മറ്റേത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെല്ലുക കടയിൽ വാങ്ങിക്കുക, റെഡി സ്റ്റോക്ക് ആണല്ലോ. ഇല്ല, 1 വീക്ക് അത് ഡൽഹിയിൽ നിന്നാണ് അവർ വന്നത്. കൊറിയർ വരാനുള്ള ഒരു താമസം. പക്ഷേ പാർട്സ് എല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ്. എന്ത് പാർട്സും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം അതാണ് സർവീസിൻ്റെ കാര്യങ്ങൾ. അത് വിശദമായിട്ട് നമുക്ക് പിന്നീട് ചോദിക്കാം. അതായത് അങ്ങനെയൊക്കെയാണ് ഔട്ട്ലാൻഡറിലേക്ക് എത്തിയത്. അപ്പോൾ അന്ന് ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 25-30 ലാക്സോളം വരുന്നുണ്ടായിരുന്നു. ബേസ് മോഡൽ 20 സ്റ്റാർട്ട് ചെയ്യുന്നു, വന്നിട്ട് 32-34 വരെയൊക്കെ ടോപ്പ് വേരിയന്റിലോട്ട് വരുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ കിടക്കുന്നത് ഒരു 2.4 ലിറ്റർ എഞ്ചിൻ വരുന്ന 170 bhp ഒക്കെ വരുന്ന ഓട്ടോമാറ്റിക് ആണ്. CVT ഓട്ടോമാറ്റിക്, 6 സ്റ്റെപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ CVT ഗിയർ ബോക്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വണ്ടിയാണ് കിട്ടിയത്. അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഡ്രൈവിംഗ് ഫൺ എങ്ങനെ കിട്ടുന്നുണ്ട്? ഒരു 2.4 ലിറ്റർ ആണ് എങ്കിൽ ഒരു CVT ആണ്, 6 സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫണ്ട് എങ്ങനെ കിട്ടുന്നുണ്ട്? പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ടല്ലോ. പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇത് മെയിനായിട്ട് എനിക്ക് ഇതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡ്രൈവിംഗ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ആ ഡ്രൈവിങ്ങിൻ്റെ ത്രില്ലും എനിക്ക് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ത്രില്ല്, അതുപോലെ തന്നെ കംഫർട്ട്, ഇതെല്ലാം നമ്മൾ ഡ്രൈവിംഗ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല, അതായത് ബാക്ക് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആ ഒരു ഫീല് അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാനിത് പൂനെയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും, പൂന ടു വീട് ഏകദേശം ഒരു 1200 കിലോമീറ്റർ ഓടിച്ചു വന്നു. 1200 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വരുമ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചൊന്നുകൂടി പോകാൻ തോന്നി. ഒരു ലോങ് ഡ്രൈവ് അതെന്ന് വെച്ചാൽ അത്രയ്ക്ക്
ശരിക്ക് എന്താ പറയണ കംഫർട്ട്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി കഴിഞ്ഞാൽ സാധാരണ CVT ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. ഇപ്പം ഞാൻ ഹോണ്ട ജാസിൻ്റെ ഓട്ടോമാറ്റിക് ഓടിച്ചു. അപ്പോൾ അതും സെയിം CVT തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗിയർ മാറുന്നത് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും. ഇതിൽ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. ഗിയർ മാറുന്നതോ ഡൗൺ ആവുന്നതോ ഒരു നമുക്ക് അത് അറിയാനേ പറ്റില്ല. പിന്നെ മാത്രമല്ല 170 bhp ഉള്ളതുകൊണ്ട് നല്ല പറന്ന് പോകും. പിന്നെ വേറെ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് പറയേണ്ടത് ബ്രേക്ക് നമ്മൾ ആ റോഡായിട്ടുള്ള കൺട്രോൾ ഉണ്ടല്ലോ, റോഡ് ഗ്രിപ്പ് ഭയങ്കര, അത് ഭയങ്കര കംഫർട്ട് വരുന്നത്. വണ്ടിയുടെ വെയിറ്റ് കൊണ്ടാണോ ഇനി ജാപ്പനീസ് ടെക്നോളജി അതാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പൊ റോഡ് ഗ്രിപ്പ് ഭയങ്കര കംഫർട്ടാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ. എങ്ങനെ വേണേലും നമുക്ക് വീശാം, ചവിട്ടാം. കോർണേഴ്സ് ഒക്കെ സ്പീഡിൽ തന്നെ എല്ലാം ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് വരുന്ന വഴിക്ക് ഒരു 160 വരെയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തു. 160 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ പോയി. പ്രത്യേകിച്ച് ആ ഒരു 160 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെന്നുള്ളൊരു ഫീലൊന്നും തോന്നുന്നില്ല. മീറ്ററിലേക്ക് നോക്കുമ്പോഴാണ് അയ്യോ 160 എന്ന് തോന്നുന്നു. ടോപ്പ് 160 വരെ പോകാനുള്ള ഗ്യാപ്പ് കിട്ടിയുള്ളൂ. പിന്നെ നമ്മള് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് അതിന് മേളിലേക്ക് പോകാൻ നമ്മൾ നോക്കിയില്ല. ഓൾറെഡി എത്ര ഹൈവേ ആയതുകൊണ്ടായിരിക്കും കയറാൻ തോന്നിയത് നമുക്ക് ഇവിടെ. പക്ഷെ പിന്നെ കേരളത്തിൽ വന്നതിന് ശേഷം ഒരു 100-ന് മേളിലേക്ക് പോയിട്ടില്ല. അതിനുള്ള സ്പേസ് കിട്ടുന്നില്ല. നമ്മുടെ ഹൈവേ ആണെങ്കിലും എന്താണെങ്കിലും അറിയാലോ, അവസ്ഥ അറിയാം. ഹൈവേക്ക് 100 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിലും പറ്റില്ല. പിന്നെ കാലിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത് നല്ല പെട്ടെന്ന് കയറും. അപ്പൊ ഈ CVT-യുടെ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒക്കെ ഇപ്പോഴത്തെ വണ്ടികളിലുണ്ട്, അത് ഇതിനുണ്ടോ? അത് കുറച്ച് ഒരു വലിഞ്ഞു കയറുന്നതായിട്ട് ഫീൽ വരാം? ഇല്ല നല്ലതായിട്ട് അങ്ങനെയുള്ള ഒരു ഫീലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ജെറ്റ് പോകുന്ന പോലെ തന്നെ പോകും. പെട്രോൾ എഞ്ചിനാണല്ലോ, പെട്രോൾ എഞ്ചിനും കൂടി ആയതുകൊണ്ട് ആ ഒരു ലാഗൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ കയറാത്ത പോലെയോ അങ്ങനെയുള്ള ഒരു ഫീലും ഇല്ല. പിന്നെ ഇപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാലും നമുക്ക് നോയ്സ് ഇല്ല, ഭയങ്കര സൈലന്റ് ആണ്, വളരെ സൈലന്റ് ആണ്. പിന്നെ എന്താ പറയാ, പിന്നെ അങ്ങനെ 4 വീല് അധികം ഞാൻ യൂസ് ചെയ്തില്ല. 1-2 പ്രാവശ്യം 4 വീല് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ പോയെന്നല്ലാതെ വേറെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പ്രോപ്പർ SUV സംബന്ധിച്ചിടത്തോളം 4 വീൽ ഡ്രൈവ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ആ 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടിയാണിത്. പക്ഷേ ഒരു ഫാമിലി കാറായിട്ട് പ്രോപ്പർലി യൂസ് ചെയ്യാനും പറ്റും. ഒരു പജീറോയിലോട്ടൊന്നും നോക്കാഞ്ഞത് അതുകൊണ്ടായിരിക്കും. പജീറോ നോക്കാതിരുന്നത്, പജീറോന്റെ ലുക്ക് നമുക്ക് ഒരു വൈൽഡ് പക്ക റോഡ് വൈൽഡ് ലുക്ക്. പിന്നെ അതിന് ഇത്രയും ഡ്രൈവിംഗ് കംഫർട്ട് ഇല്ല. കാരണം എൻ്റെ കസിൻ എനിക്ക് വണ്ടി നോക്കി വാങ്ങിച്ചു തന്ന ആള് പജീറോ ഫാനാണ്. പുള്ളിക്ക് പജീറോ ഉണ്ട്, ആ യെല്ലോയും വൈറ്റും കൂടിയിട്ടുള്ളത്. അപ്പൊ അതും ഇതിന്റെ കൂടെ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അവര് നാട്ടിലേക്ക് വരുമായിരുന്നു. അപ്പൊ ഇതും അതും കൂടി ഒരുമിച്ച് പൂനെന്ന് വന്നു. അതിന്റെ പിക്കൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ പൂനെന്ന് ഞങ്ങൾ ഈ 2 വണ്ടിയും കൊണ്ടാ വരുന്നത്. അപ്പൊ ഒരു ഹോട്ടലിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴാണെങ്കിൽ ഇതിന് ചുറ്റിനും ആൾക്കാരാണ്. ഇത് രണ്ടും കൂടി ഇന്നേ ആരും കണ്ടിട്ടില്ല. ഇതിനെപ്പറ്റി ആർക്കും അറിയുമില്ല. പിന്നെ ഈ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേനും മിത്സുബിഷി ആണെന്ന് മനസ്സിലാവും. പക്ഷെ ഇത് ഏതാ വണ്ടിന്ന് പലർക്കും പിടിയിട്ടില്ല. അപ്പൊ ഞാനാണെങ്കിലും പലയിടത്തും ചെന്ന് നിൽക്കുമ്പോഴത്തേനും എൻ്റെ അടുത്ത് എല്ലാരും വന്നിട്ട് ചേട്ടാ ഇതേതാ വണ്ടി എന്നെല്ലാരും ചോദിക്കാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തൊരു വണ്ടിയാണ്. ഇവിടെ റോഡിൽ എത്ര കാണാൻ പറ്റിയിട്ടുണ്ട് എന്നറിയില്ല, വളരെ ചുരുക്കമാണ്. ഞാൻ തന്നെ കൂടിപ്പോയ 5 പോലും കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല. ഞാനും 1-2 കണ്ടിട്ടുണ്ട് ഇത്രയും നാളുകൾക്കിടയിൽ. 1-2 കണ്ടിട്ടുള്ളൂ. ഒരെണ്ണം ഒരു KL9 രജിസ്ട്രേഷൻ, അത് കാക്കനാട് ഉള്ള വണ്ടിയാണ്. അതിന്റെ ഒരു ഫ്രണ്ടിന്റെ അങ്കിളാണ് അത്. അങ്ങനെ നമുക്ക് അത് കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരു വണ്ടി കഴിഞ്ഞ ദിവസം ഇതുവഴി പോകുന്നത് കണ്ട്. കേല് ആക്കണോ വേണ്ടോ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഡ്രൈവ് ഫീൽ കിട്ടിയത്. അപ്പൊ ആ ഒരു ലോങ് ഡ്രൈവിൽ വിത്ത് ഫാമിലി പക്ക കംഫർട്ട് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ക കംഫർട്ട് ആയിരുന്നു. ബ്രേക്കിങ്ങിലും കാര്യങ്ങളിലും ഒരു പ്രശ്നമില്ല. പിന്നെ കൂടെ ഉണ്ടായിരുന്നവർക്കാണെങ്കിലും, സാധാരണ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് നിർത്ത്, ഒന്ന് ഇറങ്ങാന്നൊക്കെ പറയുന്നതാണ്. ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല.
കാരണം നമ്മൾ അത്ര കംഫർട്ടായിട്ട് അവരിരുന്ന് യാത്ര ചെയ്തു. ഒരു പ്രോപ്പർ SUV എന്ന് പറയുമ്പോൾ കൂടുതലും ഡീസൽ എഞ്ചിൻസ് ആയിരിക്കും വരാറുള്ളത് ആ ഒരു സമയത്തൊക്കെ. അതെ. ഇതൊരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് അത്രയും മാത്രം സൈലൻറ്റും വൈബ്രേഷൻ കുറവും അല്ലേ, ആ ഒരു ഫീലിൽ യാത്രാസുഖം ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും ബ്രാൻഡ് ഇതിനെ ഒരു എന്തുവാ കോമ്പാക്ട് SUV എന്നോ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അവർക്കിതൊരു പ്രോപ്പർ ഫുൾ സൈസ് SUV എന്ന് പറയാൻ പറ്റില്ല, അവർ പറയുന്നില്ല. നമ്മുടെ ഇവിടെ ഇതിനെക്കാട്ടി ചെറിയ കോമ്പാക്ട് വണ്ടികൾ വരെ SUV, മൈക്രോ SUV, കുറേ SUV കാറ്റഗറീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഏതായാലും ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു SUV ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വണ്ടി നമ്മളൊന്ന് തിരിച്ചിട്ടു. റിയർ ഡിസൈൻ ആണോ ഫ്രണ്ട് ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതെന്ന് പറയുക. ഏതാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടം? അങ്ങനെ പറഞ്ഞാൽ ഫ്രണ്ട് തന്നെയാണ് ഇഷ്ടം. എന്തായാലും സൈഡ് പ്രൊഫൈലൊക്കെ ബെറ്റർ, നല്ലൊരു ലുക്കാണ് അല്ലേ. ബാക്കും നല്ല തന്നെയാണ്. ടയർ കുറച്ചുകൂടെ ഏതാ 16 ഇഞ്ചാണോ ഇത്? 16 ഇഞ്ച്. 16 17 ഒക്കെ ആക്കിയാൽ കുറച്ചുകൂടെ 17 ആക്കിയൊരു വണ്ടി ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്. എങ്ങനെയുണ്ട് അത് കാണാൻ? കുഴപ്പമില്ല, പക്ഷെ പുള്ളിക്ക് അതിലെന്തോ മൈലേജിൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ഓൾറെഡി മൈലേജ് ഫ്യൂൽ എഫിഷ്യൻസി ഇതിൽ കുറവായിരിക്കാം, കാരണം ഇത്ര വലിയൊരു എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിൻ. പൂനെന്ന് വരുന്ന സമയത്ത് നമ്മൾ അധികം RPM കയറ്റാതെ നമ്മൾ ഓടിച്ചിട്ട് നമുക്ക് 10.5 വരെ കിട്ടിയായിരുന്നു. 10.5 11 അതിന് മേളിൽ. അത് അത്രയും ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് ഈ പറഞ്ഞ 120 130 ക്രൂസ് ചെയ്തിട്ട് 130 ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയില്ല. അത് ജസ്റ്റ് നമ്മൾ ചില സമയങ്ങളിൽ എടുത്തേ ഉള്ളൂ. ആവറേജ് നമുക്ക് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 10 കിട്ടി. പിന്നെ നമ്മൾ കറക്റ്റ് RPM ഒക്കെ കൺട്രോൾ ചെയ്ത് ഒരു എന്താ പറയുക, ഒരു 80-100 താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 കിട്ടും. 10.5 10.5 എന്തായാലും കിട്ടും. അതായത് ഈ പറഞ്ഞ ലോക്കൽ യൂസിൽ നമുക്ക് അത്രയും കിട്ടില്ല. അത്ര കിട്ടുന്നുണ്ട്. ലോക്കൽ യൂസിൽ ശരിക്കും പറഞ്ഞാൽ 8 കിട്ടുള്ളൂ. ശരി. കാരണം ഇപ്പോൾ എറണാകുളത്തേക്ക് അറിയാമല്ലോ, എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ട്രാഫിക്കാണ്. അപ്പോൾ ലോക്കലിൽ 8 കിട്ടുള്ളൂ. ഹൈവേയിൽ കയറിയാൽ ഒരു 10.5 11 ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ഞാൻ കോയമ്പത്തൂർ പോയായിരുന്നു. കോയമ്പത്തൂർ ഈറോഡ് അങ്ങനെ പോയപ്പോഴത്തേനും എനിക്ക് ഈ പറഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നോക്കിയപ്പോഴത്തേനും എനിക്ക് 11 കിട്ടിയായിരുന്നു. പിന്നെ പറഞ്ഞാൽ 10 കിട്ടിയുള്ളൂ. ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഒരു അന്നേരത്തെ മൂഡ് പോലെ ഇരിക്കും വണ്ടി ഓടിക്കുന്നതിൻ്റെ. അല്ലേ, ഓക്കെ. അതാണ് ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം സർവീസിൻ്റെ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുള്ളായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. സർവീസ് കോസ്റ്റ് എന്തുമാത്രം ആകാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ 1.05 കിലോമീറ്റേഴ്സ് ആണ് ആയിട്ടുള്ളത്, ലാക്സ്. അപ്പം അതിൽ എന്തൊക്കെ പാർട്സ് റീപ്ലേസ്മെൻറ്റ് 6 lakhs ഒക്കെ ഓടിയിട്ടുള്ള വണ്ടികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും, അത്രയൊക്കെ കിടന്ന് ഓടുന്ന വണ്ടിയാണല്ലോ. അപ്പോൾ എന്തൊക്കെ ഇതിലിപ്പോൾ മേജർ സർവീസിൽ എന്തൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്, എത്ര കോസ്റ്റ് ആകാറുണ്ട് അതിനൊക്കെ? ഇപ്പോൾ മേജർ സർവീസിൽ എനിക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും മാറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് 4 ടൈപ്പ് ഓയിലുണ്ട്. ആ 4 ടൈപ്പ് ഓയിൽസ് മാത്രമേ നമ്മൾ മാറ്റിയുള്ളൂ. ഓക്കെ. ഇത് 1 lakh ആയിരുന്നോ മേജർ സർവീസ് ചെയ്തത്? 1 lakh. ഓക്കെ. ടൈമിംഗ് ചെയിൻ പോലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അത് ശരി. കാരണം അവർ പറയണത് ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല, പിന്നെ വെറുതെ മാറ്റണ്ട. അത് ശരി, അങ്ങനെയൊക്കെ അഡ്വൈസുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നല്ല സപ്പോർട്ടാണല്ലോ അത്. അതെ. കാരണം എന്താ വെച്ചാൽ ഈ ടൈമിംഗ് ചെയിൻ 1 lakh തന്നെ മാറണമെന്നൊന്നുമില്ല. അതിനെന്തെങ്കിലും സൗണ്ട് ചേഞ്ച് വരുവാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ. അപ്പം വേറെ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് മേജർ സർവീസ് ആണെങ്കിലും നമ്മൾ ഓയിലെല്ലാം ചേഞ്ച് ചെയ്തു, അത് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചേഞ്ച് ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിനൊക്കെ ആയ കോസ്റ്റ് എത്രയായിരുന്നോ? അതിന് കോസ്റ്റ് എനിക്ക് വന്നത് മൊത്തം എനിക്ക് ഒരു 25,000 വന്നു. അതായത് ഈ മേജർ സർവീസിന്? ഈ മേജർ സർവീസ്. നോർമലി സർവീസിനാകാറുള്ള കോസ്റ്റ്? നോർമൽ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും വരുന്നില്ല. ഓയിൽ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഫിൽട്ടർ ചേഞ്ച് അതൊക്കെ അത് ഇതുവരെ ഞാൻ ചെയ്തില്ല. അന്നേരം ചെയ്തപ്പോൾ ചെയ്തേ ഉള്ളൂ. പിന്നീട് എനിക്ക് ചെയ്യാൻ ടൈം ആയിട്ടുള്ളൂ. 15,000 കിലോമീറ്ററിലാണ് നമുക്ക് ചെയ്യേണ്ടത് ഓയിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇനി ഒരു 10,000 ഇനിയിപ്പോൾ ഒരു 10 കൂടി ഓടും. അതിന് ഇപ്പം മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേനും 3 times ചെയ്യേണ്ടത് ആവും. നമ്മൾ ആ 3 times ചെയ്യണത് ഇത് 1 time ചെയ്താൽ. ഡീസൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 7,000 ചെയ്യേണ്ടി വരും. 5,000 ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേനും 15,000 ആകുമ്പോൾ 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. എങ്ങനെ വന്നാലും 3 പ്രാവശ്യം നമ്മൾ എങ്ങനെ ചെയ്തു വന്നാലും ഒരു 12,000 രൂപ അതിന് വരുമല്ലോ, വരില്ലേ? അത് വരും. അപ്പോൾ ഇതിന് എന്തായാലും ഒരു 10,000 താഴെ നിൽക്കും. 10,000 താഴെ നിൽക്കും, അത്രേ ഉള്ളൂ.
ഇടയ്ക്കിടയ്ക്ക് സർവീസ് സെന്ററിൽ പോവുകയും വേണ്ട വേണ്ട. അല്ലേ? ഞാൻ അന്ന് പോയിട്ട് പിന്നെ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ വേറെ പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആ ഒരു 15,000 ആവുമ്പോൾ ചെല്ലുക, ഓയിൽ മാറ്റുക, ഓക്കെ. അത്രേ ഉള്ളൂ. ഇപ്പം എ സിയുടെ കാര്യങ്ങളോ അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറയേണ്ടി വന്നിട്ടില്ല? എ സി നമ്മൾ ഇപ്പം കഴിഞ്ഞ ചൂടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭീകര ചൂടായിരുന്നു. അതെ. അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ ഉപയോഗിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് അവൻ കാറിനകത്ത് കയറിയിട്ട് പറഞ്ഞു, ഈ നട്ടുച്ചയ്ക്ക് ഇത്രയും തണുപ്പുണ്ടോന്ന് ചോദിച്ചു. ഇതിനകത്ത് ഞങ്ങളുടെയൊക്കെ വണ്ടികൾ അങ്ങനെയാണ്, നട്ടുച്ചയ്ക്ക് കയറി കഴിഞ്ഞാൽ തണുക്കണെ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇതിൽ അങ്ങനെ അല്ലല്ലേ? അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ റൂഫ് വന്നിട്ട് അലൂമിനിയം ബോഡി. അപ്പൊ ഇത് റൂഫ് ഉണ്ടാക്കിയേക്കുന്നത് അലൂമിനിയം കൊണ്ടാണ്. അപ്പൊ അത് കുറെ മാറ്റം വരുമല്ലോ. അലൂമിനിയം ആകുമ്പോ തന്നെ നമുക്കറിയാം വെയിറ്റും കുറയും, പിന്നെ ആ ചൂട് അത്ര അകത്തേക്ക് വരൂല. പിന്നെ എ സി നല്ല പവർഫുൾ എ സി ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മ്യൂസിക് സിസ്റ്റത്തിന് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ബ്രാൻഡ് റോക്ക്ഫോർഡ് ഫോസ്ഗേറ്റ് ആണ് സ്റ്റോക്ക് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നേ വരെ വേറൊരു വണ്ടിയിലും ഇൻബിൽറ്റ് സബ്ബൂഫർ കണ്ടിട്ടില്ല. 8 ഇഞ്ച് ഇൻബിൽറ്റ് സബ്ബൂഫർ ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ പലരും പറയണ കേട്ടിട്ടുണ്ട്, ഈ വണ്ടി അന്ന് ഷോറൂംകാർ മാർക്കറ്റ് ചെയ്തിരുന്നത് ഇതിനകത്ത് കയറ്റി എടുത്ത് ഈ പാട്ട് കേൾപ്പിക്കും. അത്ര ഗംഭീരമാണ്. അപ്പൊ അതൊരു എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. 5.1 ആണ് സിസ്റ്റം. ആംപ്ലിഫയർ ഉണ്ട്, 6 CD ചേഞ്ചർ, സബ്ബൂഫർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബൂട്ടിൽ പറയാനുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിക്കോ. ഈ ക്യാമറ ഒക്കെ ഞാൻ തന്നെ ഫിറ്റ് ചെയ്തോ. റിയർ വ്യൂ ക്യാം അന്ന് ഇല്ലായിരുന്നു. അത് 2010 അല്ലേ, കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ടെയിൽ ഗേറ്റ് എന്ന് അതിന് പറയാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരു ക്യാമ്പിംഗ് ഒക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിന്മേൽ ഇരിക്കാം. ഇതിന്മേൽ ഇരുന്ന് അത്യാവശ്യം നമുക്ക് 200 കിലോളം 250 കിലോ ആണ് കപ്പാസിറ്റി പറയുന്നത്. അപ്പൊ എങ്ങനെ വന്നാലും 250 എന്ന് പറയുമ്പോൾ 3 പേർക്ക് ഇരിക്കാം. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. സാധനങ്ങളൊക്കെ വെക്കാം. നമുക്കൊരു ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഈ സബ്ബൂഫർ ഇങ്ങനെയുള്ളതുകൊണ്ട് ശബ്ദവും അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ റോക്ക്ഫോർഡ് ഫോസ്ഗേറ്റ് അതിനോട് ചേർന്ന് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ എന്താ പറയാ, നമുക്ക് പാട്ടും ശരിക്കും പുറത്തേക്ക് വരും, ഇവിടെ ഇരിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത്യാവശ്യം ഇവിടെ ഇരിക്കണമെന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഈ സീറ്റും ഒക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ക്യാമ്പിങ്ങിനുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ വെക്കാം. അങ്ങനെ ഒരു ഗുണം, എക്സ്ട്രാ ഗുണം ഇതിലുണ്ട്. പിന്നുള്ളൊരു ഗുണം നമ്മൾ കാണിക്കാൻ പോവാണ്. എക്സ്ട്രാ ഗുണം നമ്മൾ വൈഡ് ആംഗിളിൽ കാണിക്കാം. റോക്ക്ഫോർഡ് ഫോസ്ഗേറ്റിന്റെ സിസ്റ്റം ഇതിരിക്കുന്നു. അടുത്ത എന്താണ് ഇനി നമുക്ക് പറയാനുള്ളത്? സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ചിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വലിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഇങ്ങനെ മറിഞ്ഞു പോകും. ഓൾറെഡി 500 ലിറ്റേഴ്സോളം ബൂട്ട് സ്പേസ് ഉണ്ട്. അതിന്റെ കൂടെ ഇത്രയും കൂടെ ആണ് സ്പേസ് ആവുന്നത്. അത് ഈ സീറ്റും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും മറിഞ്ഞ് പോകും. ഇത്രയും വലിയൊരു സ്പേസ് ആണ്. കിടക്കണമെങ്കിലും ഉറങ്ങണമെങ്കിലും പറഞ്ഞാൽ ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇതും കൂടി നിവർത്തി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടക്കാം. അത് കിടിലാണ്. ഭയങ്കര സിമ്പിൾ ആണല്ലേ? സിമ്പിളാണ്. നമ്മുടെ മറ്റേ ലാൻഡ് ക്രൂസറിലൊക്കെ സ്വിച്ചസിൽ പയ്യെ പോകുന്ന പോലെ ഇത് കുറച്ച് മാനുവലി ആണ് പോകുന്നത്. നമ്മുടെ ഇലക്ട്രോണിക്സ് ഒന്നും അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് പോയെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആ ഒരു ഫീച്ചറും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും ബൂട്ട് സ്പേസ് വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നോവയുടെ ആ സെയിം ലെങ്ത് ഉണ്ട് വണ്ടിക്ക്. ക്രിസ്റ്റയുടെ സെയിം ലെങ്ത് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് 5 സീറ്റേ ഉള്ളൂ. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സീറ്റ് വയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതൊരു പക്ക അതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവരത്രയും എന്താ പറയുക, അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഫാമിലിക്ക് പോകണം, എന്നാൽ അത്യാവശ്യം അവരുടെ ലഗേജ് എല്ലാം വെക്കാനും കംഫർട്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പേസ് അവർ ഇത്ര ഇട്ടിട്ട് ഇത്ര നീളം കൊടുത്തതെന്ന് എനിക്ക് തോന്നണത്. യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ പൂനെക്ക് പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും പിന്നെ ഇപ്പോൾ ടൂർ പോകുമ്പോഴാണെങ്കിലും നമ്മൾ സ്റ്റവ്, ഗ്യാസ്, പോകാറുണ്ട്. അപ്പോൾ ഗ്യാസ്, സ്റ്റവ്, പിന്നെ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. മറ്റേതൊക്കെ ആകുമ്പോഴും നമ്മൾ ഇപ്പോൾ വേറെ
മറ്റു കാറുകളാണെങ്കിൽ ചിലപ്പോൾ മടിയിലൊക്കെ വെക്കേണ്ടി വരും പല സ്ഥലം. അല്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കാലിൻ്റെ അവിടെ ഉണ്ടാവും. ഇന്നോവയിലൊക്കെ ട്രിപ്പ് പോകണമെങ്കിൽ അങ്ങനെ കുറേ സാക്രിഫൈസ് ഇന്നോവയില് പിന്നെ ബൂട്ട് സ്പേസ് ഒട്ടും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ബൂട്ട് സ്പേസേ ഇല്ല ശരിക്കും. പാസഞ്ചർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതാണ് അവർ അന്നേരം 7 സീറ്റർ ആണ്. അവിടെ 2 സീറ്റ് കൂടി വേണമെങ്കിൽ 2 സീറ്റ് വെച്ചത് 7 സീറ്റർ ആക്കാം എന്നുള്ളതേ ഉള്ളൂ സുഖമായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ സ്പെയർ ടയേഴ്സ് ഒക്കെ താഴെയാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. അതുകൊണ്ട് ബൂട്ടിനെ യാതൊരു രീതിയിലും അതും ബാധിക്കുന്നില്ല. പിന്നെ റിയറിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിഫോഗേഴ്സും വൈപ്പേഴ്സും ഉള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു. പിന്നെ അന്ന് നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ ഇത് LED ലൈറ്റ്സ് ആണ്. ഇത് ഈ ഒരു പോർഷൻ ഡമ്മിയാണ്, പക്ഷെ ഇത് ഫുൾ LED ആണ്. ഓക്കെ, ഇത് റിവേഴ്സ് ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇത് നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ മാത്രം കത്തുള്ളൂ. അവിടെ പ്രത്യേക സ്വിച്ച് ഉണ്ട് അതിന്. ഈ ടൈൽ ലൈറ്റ് ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ ടൈൽ ലൈറ്റ് കത്തും, അത് കത്തിക്കോളും. പിന്നെ ഇതിന്റെ ഓഫ് റോഡ് കാപ്പബിലിറ്റി, വലിയ ഹാർഡ് കോർ ഓഫ് റോഡിങ് താല്പര്യം ഇല്ലാത്ത സ്ഥിതിക്കാണ് ഇത്തരം ഒരു വണ്ടിയിലേക്ക് വന്നതെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇതിനും കൊണ്ട് ഓഫ് റോഡ്, കട്ട ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ടോ? ഓഫ് റോഡ് ഞാൻ അങ്ങനെ കട്ട ഓഫ് റോഡ് ഞാൻ പോയിട്ടില്ല. നമ്മൾ ഒരു പാഡി ഫീൽഡ്, അതായത് ഇങ്ങനെ ചെളി മഴ പെയ്ത് ചെളിഞ്ഞു കിടന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെയുള്ള സ്ഥലമാണ്. ഇതൊക്കെ അങ്ങനെയുള്ള സ്ഥലമാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കിഴക്കൻ സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ പിറവം സൈഡൊക്കെ പോകുമ്പോഴത്തേനും ചിലപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേനും ഈ മണ്ണ് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ മഴ പെയ്ത് കിടക്കുമ്പോഴത്തേനും വണ്ടി ഇങ്ങനെ തെന്നി പോകും. വണ്ടി പോവില്ല സാധാരണ. അപ്പൊ അങ്ങനെയുള്ള 1-2 ഫീൽഡ്, പാടി ഫീൽഡ്, അവിടെ നമ്മൾ ഓഫ് റോഡ് റൈഡ് ചെയ്തു. 4 വീൽ ഇട്ട് ചെയ്തു. വളരെ കംഫർട്ടായിരുന്നു വണ്ടി. പ്രത്യേകിച്ച് അങ്ങനെ തെന്നി പോവുകയോ ഒന്നും ചെയ്തില്ല. നൈസായിട്ട് വണ്ടി ഓടി. അങ്ങനത്തെ ഓഫ് റോഡിങ്ങുകളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ പക്ക റോക്ക് ഫീൽഡിലേക്ക് പോയില്ല. എന്നാലും അത്യാവശ്യം, കാരണം ഇത് പക്ക ഓഫ് റോഡ് വാഹനമല്ല. എങ്കിലും 4 വീൽ ഡ്രൈവ് ഉണ്ട്. എങ്കിലും 4 വീൽ ഡ്രൈവ് ഉണ്ട്. അതുപോലെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഫ്രണ്ട് വീലാണ്. പിന്നെ 4 വീൽ ഡ്രൈവ് ഉള്ള കാരണം നമുക്ക് ധൈര്യത്തോടെ എവിടെയും പോകാം. ആ ഒരു കംഫർട്ട് അത്രേ ഉള്ളൂ. ടയേഴ്സും ഞാൻ ഓഫ് റോഡ് അല്ല ഇട്ടിരിക്കുന്നത്, സാധാ ടയർ തന്നെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നോർമൽ പർപ്പസിൽ ഒരു ഫാമിലി യൂസിൽ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എവിടെയെങ്കിലും നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുടുങ്ങി പോകാൻ സാധ്യതയുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ 4 വീൽ ഇടാറുള്ളൂ. ബീച്ച് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട്? ബീച്ച് ഡ്രൈവ് ചെയ്തിട്ടില്ല, പോകാൻ പറ്റിയില്ല. കാരണം അതൊക്കെ പറ്റുമല്ലോ സുഖമായിട്ട്. ഒന്നാമത് ഞാൻ പോകാത്ത വേറെ കൊണ്ടല്ല, ബീച്ചില് മറ്റേ നമ്മുടെ ഉപ്പ് വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണ് പോകാത്തത്. അങ്ങനെയൊക്കെയാണ് ഓഫ് റോഡിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ 4 വീൽ ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിന് പുറമേ പറയാനുള്ള വേറൊരു ഫീച്ചർ പറയാനുള്ളത്. അത് ഫീച്ചർ എന്നല്ല എങ്കിലും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫീച്ചേഴ്സ് പറയാനുണ്ടെങ്കിൽ കുറേ ഉണ്ട്. 2008-ലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഇന്ത്യയിൽ. അതെ, 2008 മോഡലാണ്. ഇന്ന് ഇറങ്ങുന്ന ഒരു ന്യൂ ജനറേഷൻ കാറിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട് 2008-ൽ. ഓക്കെ, അത് എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസ്ഡ് ആക്കിയ ഒരു സംഭവം. കീ ആണെങ്കിൽ തന്നെ അന്നും നമുക്ക് കീലെസ് എൻട്രി ആണ്. കീലെസ് എൻട്രി ആണ്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കീ ഇടേണ്ട ആവശ്യമില്ല. പുഷ് ബട്ടൺ, ഇതിനകത്ത് വേറൊരു ബട്ടൺ ഉണ്ട്, അത് തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പുഷ് ചെയ്യുകയല്ല, പക്ഷെ അങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നോബ് ഉണ്ട്. എല്ലാം വിശദമായിട്ട് നമുക്ക് കണ്ടു പരിചയപ്പെടാം. അതെ, അകത്തോട്ട് വാ. സോ നമ്മൾ ഔട്ട്ലാൻഡറിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നു. ഇന്നില്ലല്ലേ? അപ്പോൾ നമുക്ക് അകത്തെ ഫീച്ചേഴ്സുകൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞു. ഫീച്ചേഴ്സ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇതാണ് 4 വീൽ 2 വീൽ നോബാണിത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2 വീലിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 4 വീലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ കാണിക്കും. ഇപ്പോൾ 4 വീല് കാണുന്നുണ്ടോ? 2 വീല് 4 വീല് അവിടെ 4 വീല്. പിന്നെ അതുപോലെ തന്നെ 4 വീൽ ലോക്ക് ഉണ്ട്. 4 വീല് ലോക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 4 വീൽ ലോക്കാണ്. പിന്നെ ഒരു കാരണവശാലും 4 വീലിൽ നിന്ന് മാറില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സീറ്റിൽ ഹീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 വീലിൽ നിന്ന് 4 വീലിലേക്ക് നമുക്ക് ഡ്രൈവിങ്ങിൽ തന്നെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാഡി ഫീൽഡിൽ പോകണം, നമ്മൾ 2 വീലറിലാണ് പോയത്, നമ്മൾ ഓർത്തില്ല, അപ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റണ്ണിങ്ങിൽ തന്നെ നമുക്ക് 4 വീൽ ഇട്ട് കൊടുക്കാം. അത് എനിക്ക് തോന്നുന്നു വേറെ ഒരു വണ്ടിയിലും അങ്ങനെ ഒരു ഇലക്ട്രോണിക്സ് ഫീച്ചർ പോലെ സ്വിച്ച് ചെയ്യാം. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇവിടെ ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്നത് ഇവിടെയാണ്. ഇപ്പം
മീറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ട്. ഇൻഫോ എന്നൊരു സ്വിച്ച് ഉണ്ട്. എന്നിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡാറ്റാസ് അവിടെ മാറി മാറി വരും. ഓക്കെ, ഒരു നല്ല വലിയൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നു. അനലോഗ്, അതിന്റെ സെന്ററിൽ ഡിജിറ്റലി നമുക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. കഴിയും. ട്രിപ്പ് എ, ട്രിപ്പ് ബി, പിന്നെ ടെമ്പറേച്ചർ എല്ലാം ഉണ്ട്. അതിൽ കാണിക്കുന്ന ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ ഏകദേശം കറക്റ്റ് ആണ്. ഏകദേശം കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ സീറ്റിൽ നമുക്ക് ലെതറാണ് വരുന്നത്. ലെതർ സീറ്റാണ്. അതുപോലെ തന്നെ ഡോർ പാഡ് ഇത് ലെതറാണ്. ഇവിടെ വരുന്ന ഈ ഒരു സ്റ്റിയറിംഗിന്റെ മേളിൽ വരുന്ന ഇത് ലെതറാണ്. ഇത് ലെതറാണ്. ഹാൻഡ് റെസ്റ്റ് അതും ലെതറാണ്. ഇവിടെ എല്ലാം ലെതറാണ്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു ചെറിയൊരു ഫ്രീസർ കൂൾഡ് ഗ്ലോ ബോക്സ്. നമുക്ക് ഒരു ചെറിയൊരു ബിയറൊക്കെ അത്യാവശ്യം തണുപ്പിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട്. അതിന്റെ താഴെ വന്നിട്ട് ഡാഷ്ബോർഡ്. അതും ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ നമുക്കിവിടെ ഒരു ക്യാൻ ഹോൾഡർ ഇവിടെ ഉണ്ട്. ഒരു ക്യാൻ ഹോൾഡർ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ഒരു ട്രേ ഉണ്ട്. അത് പിന്നെ നമുക്ക് പറയേണ്ടത് ടെലിസ്കോപ്പിക് ടിൽറ്റ് ഇതാണ് ടിൽറ്റ്. പിന്നെ ടെലിസ്കോപ്പിക് ഇല്ല, ടിൽറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ സീറ്റ് നമുക്ക് ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്വിച്ച്. 2 സീറ്റിലും ഉണ്ട്, ലെഫ്റ്റും റൈറ്റും. പാസഞ്ചർ സീറ്റിലും ഡ്രൈവർ സീറ്റിലും ഹീറ്റർ ഉണ്ട്. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഫീച്ചർ അല്ല. അതെ, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമുക്ക് എപ്പോഴും ചൂടാണല്ലോ, നമുക്കത് യൂസ് ചെയ്യേണ്ടി വരില്ല. എങ്കിലും നമ്മൾ ഈ പറയും പോലെ കുളു മണാലിയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ലോറയുടെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഡോക്ടർ അറിയാതെ വർക്ക് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രം നോക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ ട്രൈ ചെയ്തിട്ടില്ല. അതെ. പിന്നെ നമുക്ക് പറയേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ക്രൂയിസ് കൺട്രോളിൽ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ സെറ്റിംഗ്. അപ്പൊ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രൂയിസ് കൺട്രോൾ ലോങ് പോകുമ്പോ കംഫർട്ടാണ്. മൈലേജും കിട്ടും. അത്യാവശ്യം വർത്താനം പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രൂയിസ് ഇട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാല് ഒരു 80 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 80 മാറില്ല. അപ്പൊ നമുക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. പിന്നെ അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ഇവിടെ തന്നെ സ്പീഡ് അതെ. ഇത് ഈ ആക്സിലേറ്റർ റീസെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. ഡൗൺ ചെയ്യാൻ പറ്റില്ല, കയറി പോയിക്കൊണ്ടിരിക്കും. പിന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആക്സിലേറ്റർ കട്ടാവും, ഡിസെൻഗേജ് ആയിക്കോളും. ഓക്കെ. പിന്നെ ഈ സംഭവം പിന്നെ അതെ ഇതാണ് നമ്മുടെ പാഡ് ഷിഫ്റ്റ്. ഉപയോഗിക്കുന്നുണ്ടോ? ഇത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല, കാരണം നമ്മളെപ്പോഴും ഓട്ടോയിൽ തന്നെ ഓടിക്കുക, മാനുവലിലേക്ക് ഓടിക്കാറില്ല. ഇത് ഇവിടുന്ന് ഇപ്പൊ പാർക്കിങ്ങിൽ നിന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാനുവലായി. ഇനി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ മാനുവലിൽ ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ ഓട്ടോയിൽ തന്നെ യൂസ് ചെയ്യാറാണ് പതിവ്. അതെ. പിന്നെ ഓട്ടോമാറ്റിക് AC വന്നിരിക്കുന്നു. പറഞ്ഞതുപോലെ നല്ല അത്യാവശ്യം കൂളിംഗ് ഉള്ള AC ആണ്. അതെ. അതിപ്പോ നമ്മൾ ഇട്ടിരിക്കുന്നത് 22 ആണ്. 22-ലാണ്. 22-ൽ തന്നെ ഇത്രയും കൂളിംഗ് ഉണ്ടല്ലേ? നല്ല അത്യാവശ്യം വെയിലാണ്. നോക്ക്, നല്ല വെയിലത്താണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് പറയേണ്ടത് പിന്നെ മ്യൂസിക് സിസ്റ്റം ഇൻബിൽട്ട് ആയിട്ട് വരുന്ന. ഓക്കെ, കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഞാൻ കുറച്ചേ കേൾപ്പിച്ചുള്ളൂ. നല്ല ബേസ് ആണ്, നല്ല ഡീറ്റെയിൽഡ് മ്യൂസിക് ആണ്, നല്ല ക്വാളിറ്റിയാണ്. ഇത് കാണിച്ച് മൈക്കിയാണ് അന്ന് ആൾക്കാർ മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. മയങ്ങി പോകുന്ന തീർച്ചയായിട്ടും. അതെ. പിന്നെ ഇവിടെ മൈക്ക് ഉണ്ട്, 2 മൈക്ക് ഉണ്ട് അല്ലേ? മൈക്ക് ഉണ്ട്. പിന്നെ ഇതിന്റെ അത്യാവശ്യം നമുക്ക് വരുന്നത് ഇതിനകത്താണ് പെൻഡ്രൈവ്, പിന്നെ ഓക്സിന്റെ കേബിൾ, ചാർജിങ് പോർട്ട് ഇവിടെയാണ്. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ്, നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാം. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് 2 ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാം. അതിന് സെപ്പറേറ്റ് വരേണ്ട. ഫോൺ മൊബൈൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മൊബൈൽ ഇരിക്കും. അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടെ സേഫായി ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഒരു ട്രേ അവിടെ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ഹിഡൻ ട്രേ ഉണ്ടെന്ന് പറയപ്പെടുന്നു, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈ ഔട്ട്ലാൻഡറിൽ അവര് പറയുന്നതിനകത്തൊരു ഹിഡൻ ട്രേ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കസ്റ്റമേഴ്സിന് കൊടുത്തൊരു ചലഞ്ചാണ്. പക്ഷെ ഞാൻ ഇതുവരെ തപ്പിയിട്ട് എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതെ, ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരും. കുറെ നാളായി ഞാൻ തപ്പി നടക്കുന്നു, അതെവിടെയാന്ന് എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സഹായിക്കുക. അതെ. പിന്നെ നമുക്ക് 6 ഡിസ്ക് CD ചേഞ്ചർ ആണ് ഈ മ്യൂസിക് സിസ്റ്റത്തിൽ വരുന്നത്.
അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ 6 CD കിടപ്പുണ്ട്. ഞാനത് എജക്ട് ചെയ്ത് കാണിക്കും. 6 CD ആ ഒരു 2010-ലൊക്കെ അല്ലേ? 2008 തന്നെ ആ സിസ്റ്റം അവരിറക്കിയിരുന്നു. 1 2. അപ്പൊ അങ്ങനെ ഓരോ CD-കളിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തോളാം. ചാനൽസ് എത്ര ചാനൽ നമ്മൾ മാറ്റി കാണുന്ന പോലെ അതുപോലെ 6 ചാനൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. കാരണം അന്ന് ഈ മെയിനായിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പാട്ട് അത് വെക്കണം തോന്നിയിട്ടില്ലേ? അത് വെക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അത് വെച്ച് കഴിഞ്ഞാല് ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഹരിയാനയിൽ ഒരു സർദാർ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. അല്ല നമ്മൾ ലോക്കലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം കംപ്ലീറ്റ് മാറിപ്പോകും. കാരണം ഇതിനകത്ത് ഇൻബിൽറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് കൺട്രോൾസ് വർക്ക് ആവണമെന്ന് മാത്രമല്ല ഈ ഇത് സിങ്ക് ആവില്ല. ഈ 5.1 ആംബുമായിട്ട് സിങ്ക് ആവില്ല അവരുടെ സിസ്റ്റം. അവര് വെക്കുന്ന ആൻഡ്രോയിഡും നമ്മുടെ ആമ്പും പിന്നെ ഇതിന്റെ പിന്നെ ഈ സ്പീക്കറിന്റെ ഓംസ് ഒക്കെ കറക്റ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവര് വെക്കുന്ന സിസ്റ്റം നമ്മുടെ സ്പീക്കറുമായിട്ട് ചിലപ്പോൾ മാച്ച് ആവണമെന്നില്ല. അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് ഞാൻ തൊട്ടില്ല. അങ്ങനെ തന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്റ്റോക്കാണിത്. മൊത്തത്തിൽ സ്റ്റോക്കാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇതിൽ ഓൾറെഡി ഉണ്ട്. മ്യൂസിക് സിസ്റ്റം പോലും മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉള്ള ഗുണങ്ങളാണ്. പിന്നെ ഇനിയിപ്പോ ഇന്നത്തെ നമുക്ക് പറയാനാണെങ്കിൽ GPS ട്രാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേ ഇല്ല. അങ്ങനെ ഒരു ഇത്. പക്ഷെ എല്ലാരും ഇപ്പൊ ഞാനിപ്പോ എക്സ്ട്രാ സ്ക്രീൻ അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഹോൾഡർ വെച്ചിട്ട് മൊബൈൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് അങ്ങനെ ചെയ്യാം. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മൊബൈൽ യൂസ് ചെയ്ത് പോവാം. പിന്നെ നമ്മുടെ ABS ട്രാക്ഷൻ കൺട്രോള്, 2 എയർ ബാഗ്, പിന്നെ വളരെ വലിയൊരു ഡാഷ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം വളരെ വലിയൊരു വിസിബിലിറ്റിക്ക് പ്രശ്നമുണ്ടോ? വിസിബിലിറ്റിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഇത്രയും കുഴപ്പമില്ല. ഇല്ല, ഒരു പ്രശ്നവും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിലെ വേറൊരു കാര്യമാണ് ഇതിന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു കാര്യം ഇവിടെ ഉണ്ട്. അതെ. പിന്നെ ഹെഡ്ലൈറ്റ് വാഷർ അതുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ കോർണർ ലൈറ്റ്സ് ഉണ്ട്. അതായത് ടേണിംഗ് ലൈറ്റ്സ്, കോർണറിംഗ് ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അന്നത്തെ കാലത്താണെന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോ അത്യാവശ്യം ഒരു ഹിൽ ഏരിയയിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് മെയിൻ ആയിട്ട് അത് യൂസ് ആവുന്നത്. കാരണം നല്ല കർവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സൈഡിലേക്ക് അവിടെ കിട്ടിയിരുന്നെങ്കിലെന്ന്. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന അനുസരിച്ച് ആ സൈഡിൽ ലൈറ്റ് കത്തും. ഇപ്പോഴത്തെ വലിയ ഫീച്ചർ ആയിട്ട് എല്ലാവരും എടുത്തു പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. 2010 വണ്ടിയിലെ പിന്നെ ഇവിടെ ഇതിനകത്തും മിറർ ഉണ്ട്. പാസഞ്ചർ സീറ്റിലും വിത്ത് ലൈറ്റ്സ് മിറർ ഉണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. സൺറൂഫിന്റെ അഭാവം ഉണ്ട്. ഇല്ല, അതൊരു മോഡലിലും വരുന്നില്ല. ജാപ്പനീസുകാർക്ക് അതൊന്നും വലിയ താല്പര്യമില്ലാത്ത. സൺറൂഫ് രണ്ടാമത് ചെയ്തൊരു വണ്ടി ഞാൻ കണ്ടായിരുന്നു മുംബൈയിൽ. വലിയ യൂസ് ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് പറയാൻ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം അത്യാവശ്യം നമ്മള് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ. പിന്നെ സ്പീക്കേഴ്സ് എല്ലാം ഹൈ ക്വാളിറ്റി സ്പീക്കേഴ്സ് ആണ്. 5.1 ആണ്. ഒറിജിനൽ അമേരിക്കൻ റോക്ക്ഫോർഡ്. അതെ. അന്ന് അവര് വളരെ മെയിൻ ആയിട്ട് അവരന്ന് മാർക്കറ്റ് ചെയ്തിരുന്ന സംഭവങ്ങളാണ് ഇത്, മ്യൂസിക് സിസ്റ്റം. ഇന്നിപ്പോ ഞാൻ ഇപ്പൊ ഒരു നമ്മുടെ പുതിയ വണ്ടികളിൽ പറയുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം ബോസിന്റെ മ്യൂസിക് സിസ്റ്റം ആണെന്ന് എടുത്തു പറഞ്ഞ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിനെക്കാട്ടിലൊക്കെ ഒത്തിരി മുകളിലാണ് റോക്ക്ഫോർഡ് അന്ന്. പക്ഷെ ഇപ്പം ഈ ചെറിയ ബ്രാൻഡ്സിൽ ഈ പറഞ്ഞ ബോസിന്റെ ഹർമന്റെ ഒക്കെ കൊടുക്കുന്നെങ്കിലും അത് ശരിക്കുള്ള ഒരു ഒറിജിനൽ ക്വാളിറ്റി കിട്ടുന്നില്ല. കാരണം വെച്ചാല് ഇത് ഫുൾ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാല് സ്പീക്കർ ഇത് ഫുൾ പീസ്, ഒരു പീസ് പോലും ഫുള്ളി ജാപ്പനീസ് ആണ്. ഒരു പീസ് പോലും ചൈന സ്പീക്കർ, ചൈന അല്ലെങ്കിൽ റോക്ക്ഫോർഡ് ചൈന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൈനീസ്. ഇപ്പൊ പല വണ്ടികളിലും ഒത്തിരി കമ്പോണൻസ് നമുക്ക് ചൈനീസ് കാണാൻ പറ്റും. ഈ വണ്ടിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇത് 916 ജാപ്പനീസ്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനിയും നെഗറ്റീവ്സ് ആണ് ചോദിക്കാനുള്ളത്. ഔട്ട്ലാൻഡറിൽ കണ്ടെത്തിയ എന്തെങ്കിലും നെഗറ്റീവ്സ്? ഞാൻ നോട്ട് ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് അല്പം കൂടി ആവാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം
4-wheel ഡ്രൈവ് ആണ്. ശരിയാണ്. അപ്പോൾ ഒരല്പം കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരുന്നെങ്കിൽ കാണുമ്പോഴേ അറിയാം അത്ര ഇല്ലല്ലോ. എന്താണ് അതിന്റെ ടെക്നോളജി നമുക്ക് അറിയില്ല. ഫ്രണ്ടിലെ അപ്രോച്ച് ആംഗിൾ ഒക്കെ ആണെങ്കിലും അതല്ലെങ്കിൽ ബാക്കില് സ്റ്റെപ്പിനി ടയേഴ്സ് സ്പെയർ ടയേഴ്സ് ഇരിക്കുന്നതൊക്കെ കണ്ടാലും അടിത്തട്ട് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം. അതെ അതെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ഒരു റോഡ് ഗ്രിപ്പിൽ ചിലപ്പോൾ മാറ്റം വരുമായിരിക്കും, ഹൈറ്റ് കൂടി ചിലപ്പോൾ അതായിരിക്കാം ആ കംഫർട്ട്. ഇത് കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് കൊണ്ടുവന്നില്ല, അപ്പൊ ആ ഒരു കംഫർട്ടാണ് നമുക്ക് റോഡിൽ കിട്ടുന്നത്. അതെ അതെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാല് പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഇതിൽ ഡ്രൈവിംഗ് മോഡ് ഒരൊറ്റ മോഡേ ഉള്ളൂ. ഓക്കെ. സ്പോർട്സ് മോഡോ അല്ലെങ്കിൽ വേറെ അങ്ങനെ മോഡൊന്നും ഇതിനകത്ത് തന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സ്പോർട്സ് മോഡിന്റെ ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. എങ്കിൽ കൂടിയും ഈ 2.4 ഈ ഒരു പവറില് ഫുൾ പവർ കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇനിയിപ്പോ കുറച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എന്തെങ്കിലും ഒരു മോഡ് ഇപ്പൊ പല ഇപ്പൊ നമ്മുടെ മറ്റു കാറുകളിൽ നോക്കിയാൽ ഇപ്പൊ ഇക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്ട് മോഡ് അങ്ങനെയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഇത് ആ ഒരൊറ്റ ത്രോട്ടിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരു എക്കോ മോഡോ ഡ്രൈവ് മോഡ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മൈലേജ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഒരു ചെറിയ ഇപ്പൊ സിറ്റിയിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് കാല് കൊടുക്കുമ്പോ അങ്ങ് ചാടി പോവാണ്. അപ്പൊ പവറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മോഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. ഒരു കാലം 2010 വണ്ടിയാണെന്ന് കൂടെ ഓർക്കണം. അതെ, അങ്ങനെ രീതിയിൽ കൺസിഡർ ചെയ്യാം. അതെ അതെ അതെ. പിന്നെ നമുക്ക് പറയേണ്ടത് നമ്മുടെ മിററിൽ വന്നിട്ട് സാധാ മിറർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ് ഒന്നും ഇല്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഞാൻ ചോദിച്ചപ്പം ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു കാര്യം. അല്ലാതെ ഇദ്ദേഹത്തിന് വണ്ടിയുമായിട്ട് യാതൊരു നെഗറ്റീവോ പരാതിയോ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള റെയർ കാർസ് ചൂസ് ചെയ്യാൻ പോകുന്നവരോട് കൊടുക്കാനുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ? സജഷൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാറുകൾ എടുക്കാൻ പറ്റുള്ളൂ. അതല്ല ഇപ്പൊ ഡെയിലി യൂസ് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വണ്ടികൾ പോകരുത്. കാരണം ഡെയിലി യൂസിന് നമുക്ക് എന്തായാലും പറ്റില്ല. പക്ഷെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് പക്ക ഒരു നല്ലൊരു പാക്കേജാണ് ഈ വണ്ടി. ക്ഷമയും അപ്പൊ അതാണ് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും പറയാനില്ല. അതാണ് ഈ പറഞ്ഞ 40 വണ്ടികളോളം നോക്കിയത് ഒരു 10 വണ്ടിയെങ്കിലും നോക്കാനുള്ള ക്ഷമ എത്ര പേർക്ക് ഇതിലുണ്ട് എന്നൊന്ന് പറയുക. എനിക്കില്ല കേട്ടോ 10 വണ്ടി വരെ നോക്കാനുള്ള. ഞാൻ എടുക്കാൻ നേരത്ത് ഞാനൊരു 5-6 വണ്ടി വരെയൊക്കെ നോക്കി. അതിനപ്പുറത്തോട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അത്രയുടെ ക്ഷമയോടുള്ളവർക്കാണ് ഇത്തരം വണ്ടികളിലൊക്കെ പോകാനുള്ള ഇതുള്ളത്. ഓക്കെ. അപ്പം വേറെ സജഷൻസ് ഒന്നും പ്രത്യേകിച്ച് പറയാം? പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വണ്ടിയിൽ ഹാപ്പിയാണ്. പിന്നെ സർവീസ് സെന്റേഴ്സിൽ സപ്പോർട്ട് എത്ര നാൾ വരെ കിട്ടാൻ സാധ്യതയുണ്ട് മിത്സുബിഷിയുടെ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. 10 years ആണ് ഒരു ബ്രാൻഡ് നിർത്തിപ്പോയതിനു ശേഷം. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു 2016 നിർത്തിപ്പോയിട്ട് അവര് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, എന്തായാലും അവർക്ക് കോൺഫിഡന്റ് ആണ്. അവിടെയുള്ള അത്യാവശ്യം ചില സർവീസ് വണ്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. കുഴപ്പമില്ല. ഓക്കെ. അപ്പം ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. ഓക്കെ. അപ്പം നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് മിത്സുബിഷി ഔട്ട്ലാൻഡറിനെ പറ്റി നമ്മൾ കുറെ നാൾ വെയിറ്റ് ചെയ്തതിന് നല്ലൊരു റിവ്യൂ തന്നെ തന്നു. ഇദ്ദേഹത്തിന് ഒരു ചാനലുണ്ട്. ചാനലിന്റെ പേരെന്ന് പറഞ്ഞു. അത്ര വലിയ ചാനലൊന്നുമില്ല, ചെറിയ ചാനലാണ്. നമ്മളതങ്ങനെ ഒന്നും പോകാറൊന്നുമില്ല. ചാനലിന്റെ പേര് ഊരുതണ്ടി എന്നാണ്. ഓക്കെ. അപ്പം യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ. സോ ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ എനിവേ നൈസ് ടു മീറ്റ് യു. താങ്ക് യു സോ മച്ച്. നല്ലൊരു റിവ്യൂ തന്നു. ഈ ഒരു ഔട്ട്ലാൻഡറിനെ ആൾക്കാർക്ക് കൊടുത്തതിന് വളരെ നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള സ്പെഷ്യൽ കാർസ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാർക്കുണ്ടെങ്കിലും സജസ്റ്റ് ചെയ്യുക. നമ്മൾ യൂസർ റിവ്യൂ ആയിട്ടും പല വെറൈറ്റി വാഹനങ്ങൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റ്സും പുതിയ വണ്ടികളുടെ യൂസർ എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.